ഹലോ എവരിവൺ, ഇന്നിവിടെ റിവ്യൂ ചെയ്യുന്നത് രാഹുൽ സദാശിവന്റെ സംവിധാനത്തിൽ 2024 ഹൊറർ മിസ്റ്ററി മൂവി പ്രമേയുഗം. ഈ മൂവി എങ്ങനെയുണ്ട് എന്നിവിടെ ഡിസ്കസ് ചെയ്യാം. ഇത് 17-ാം നൂറ്റാണ്ടിൽ നടക്കുന്ന കഥയാണ്. അടിമ കച്ചവടത്തിൽ നിന്ന് രക്ഷപ്പെട്ട് രാത്രി പുഴ കടക്കാനാവാതെ വഴിതെറ്റി കാടിന് നടുക്കുള്ള മനയിൽ എത്തിപ്പെടുന്ന പാണൻ. ആ മനയുടെ ഉടമസ്ഥനെ കുടുംബൻ പോറ്റി പാണനെ മനയിലേക്ക് സ്വീകരിക്കുന്നു. ശേഷം പിന്നീട് എന്താണ് നടക്കുന്നത്, എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഒക്കെയാണ് ഈ മൂവിയിൽ മുഴുവനും. ഇതിലെ ഇമ്പോർട്ടൻ്റ് കാര്യം, മമ്മൂട്ടി ഇതിൽ നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറായ കുടുംബൻ പോറ്റിയായിട്ടാണ് കാസ്റ്റ് ചെയ്യുന്നത്. സീരിയസ്ലി നെഗറ്റീവ് ഷെയ്ഡ് ക്യാരക്ടറിലാണ് വരുന്നതെന്ന് അറിഞ്ഞപ്പോൾ പടം കാണണമെന്നൊരു ക്യൂരിയോസിറ്റിയാണ് ഉണ്ടായത്. മാത്രമല്ല ഇതിലെ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം, ഈ പടം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ്. അടുത്തത് പെർഫോമൻസ് ബേസ് നോക്കിയാൽ മമ്മൂട്ടി, അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരതൻ ഇവർ 3 പേരെയും വെച്ചാണ് മൂവി എടുത്തത് എന്ന് തന്നെ പറയാം. മിനിമൽ ക്യാരക്ടർ, മിനിമൽ ലൊക്കേഷൻ, 2.5 മണിക്കൂറിൽ ഒരു പടം എടുത്തത് തന്നെ വലിയ കാര്യമാണ്. മുമ്പ് പറഞ്ഞതുപോലെ ക്യാരക്ടർ പെർഫോമൻസ്, അർജുൻ അശോക്, സിദ്ധാർത്ഥ് ഭരതൻ ഒക്കെ ഈ മൂവിയിൽ നല്ലൊരു പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് എന്ന് തന്നെ പറയാം. എന്നാൽ ഇതിലെടുത്ത് പറയേണ്ടത് മമ്മൂട്ടിയുടെ പെർഫോമൻസ് ഒരു രക്ഷയില്ല എന്ന് തന്നെ പറയണം. ആ പെട്ടെന്നുള്ള ട്രാൻസ്ഫോർമേഷൻ, ഇറ്റ്സ് അമേസിങ്. ആ വില്ലനിസം ലുക്ക്, എന്താ പറയുക, ചെറിയ പുഞ്ചിരിയുടെ വിരട്ടി എന്ന് തന്നെ പറയാം. ഈ പടത്തിൽ മമ്മൂട്ടിയുടെ ഫസ്റ്റ് ഇൻട്രോ സീൻ സൂപ്പറായിരുന്നു. വെറ്റിലെ വായിലിട്ട് ചവയ്ക്കുന്ന സീൻ, കൂടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ പൊളി തന്നെ. അത് കാണേണ്ടതായിരുന്നു. ടെക്നിക്കൽ ബേസിൽ ഈ പടം സൂപ്പറായിട്ടാണ് ചെയ്തത്. ഇതിലെ സിനിമാറ്റോഗ്രാഫി, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ആർട്സ്, ഇതിൽ കാടിനുള്ളിലെ മന, അതിനുള്ളിലെ കാഴ്ചകൾ, ഇതൊക്കെ എങ്ങനെയാണ് ചെയ്തത് എന്ന് തന്നെ തോന്നിപ്പോകും. ആ മനയിലെ സീൻസുകൾ ശരിക്കും പറഞ്ഞാൽ ആ കാലഘട്ടത്തേക്ക് കൊണ്ടുപോകുന്ന ഫീലായിരുന്നു. പിന്നെ ഇതിലെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, മ്യൂസിക്കൊക്കെ കൊള്ളാമായിരുന്നു. അതിൻ്റെ ഇമ്പാക്റ്റ് ഇടുമായിരുന്നു. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ഈ പടം എടുത്തതെന്ന്. ഈ പടത്തിൻ്റെ ഹൈലൈറ്റ് തന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ കാണുന്നതായിരിക്കും നല്ലത്. ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് എന്നത് ഈ പടം കണ്ടവർക്ക് മനസ്സിലാകും. ഇത് ഹൊറർ മിസ്റ്ററി മൂവിയാണ്. എന്നിരുന്നാലും മറ്റുള്ള ഹൊറർ പടങ്ങളെപ്പോലെ എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഈ പടം കാണരുത്. ഇതിലെ സ്റ്റോറിയിലേക്ക് നോക്കുകയാണെങ്കിൽ നല്ലൊരു സ്റ്റോറിയാണ്. അതിനനുസരിച്ച് നല്ലൊരു സ്ക്രീൻ പ്ലേയിലുമാണ് ഈ പടം എടുത്തിരിക്കുന്നതെന്ന് പറയാം. ഒരിടത്തും ലാഗ് ഫീൽ ചെയ്തില്ല. ഈ ബ്രഹ്മയുഗം മൂവി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ ഇതൊരു സ്ട്രോങ് ആയ, ഡിഫറെൻ്റ് ആയ ഹൊറർ മിസ്റ്ററി മൂവിയാണ്. അതുകൊണ്ട് തന്നെ തിയേറ്റർ മസ്റ്റ് വാച്ച് മൂവി തിയേറ്ററിൽ കാണുന്നതായിരിക്കും നല്ലത്. അത് നല്ല സൗണ്ട് സിസ്റ്റത്തിലുള്ള തിയേറ്റർ. സോ നിങ്ങൾ ഈ ബ്രഹ്മയുഗം കണ്ടതാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.